നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്ക് നിത്യവും ഭവനങ്ങളിൽ തെളിയിക്കാറുണ്ട്. തിന്മയുടെ അന്ധകാരമകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമെന്ന പ്രാർത്ഥന എന്നോണമാണ് നിലവിളക്ക് കൊളുത്തുന്നത്. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം ശിവഭഗവാനെയും സൂചിപ്പിക്കുന്നു. നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക്. അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ്. തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വെക്കാൻ. നിലവിളക്കിന്റെ ചൈതന്യ സ്രോതസ്സിന്റെ ഭാരം ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിൽ വെറും നിലത്ത് നിലവിളക്ക് വെക്കരുതെന്നാണ് പറയപ്പെടുന്നത്. പീഠത്തിന് മുകളിലോ തളികയിലോ വെച്ച് വേണം ദീപം തെളിയിക്കാൻ. നിലവിളക്കിന് മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പുഷ്പങ്ങൾ, ചന്ദനത്തിരി എന്നിവ വെക്കുന്നത് അതിശ്രേഷ്ഠമാണ്. കിഴക്കു ദിക്കിലേക്കും പടിഞ്ഞാറു ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിൽ ഇട്ടുവേണം നിലവിളക്ക് കൊളുത്താൻ. പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം. വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയും മനസ്സിന്റെ ദുഃഖം മാറാൻ മഞ്ഞ തിരിയിലും നിലവിളക്ക് കൊളുത്താവുന്നതാണ്. ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയാണ്. 2 തിരിയിട്ട ദീപം ധനലാഭവും, 3 തിരികളും 4 തിരികളും ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. 5 തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് സർവ്വ ഐശ്വര്യവും നൽകുന്നതാണ്. പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഉപയോഗിക്കരുത്. മൃഗക്കൊഴുപ്പ് കലർന്ന എണ്ണയും ഉപയോഗിക്കരുത്. എള്ളെണ്ണയാണ് ഏറ്റവും ഉത്തമം. രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിലവിളക്ക് കൊളുത്തണം. ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു. പടിഞ്ഞാറ് ദിക്ക് നോക്കി വൈകുന്നേരം നിലവിളക്ക് കൊളുത്തിയാൽ കടബാധ്യത തീരുന്നതാണ്. വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധന. ഒരിക്കലും തെക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിക്കാതിരിക്കുക. സൂര്യോദയത്തിനും അസ്തമയത്തിനും 5 മിനിറ്റ് മുൻപേ നിലവിളക്ക് തെളിയിക്കണമെന്നാണ് പറയപ്പെടുന്നത്. നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വണങ്ങുക എന്നൊരു സങ്കല്പം കൂടി അവിടെയുണ്ട്. പൂജാമുറിയിലോ വീടിന്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് വെക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഈശാനകോണായ വടക്ക് കിഴക്കോ വീടിന്റെ മധ്യഭാഗത്തോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വിളക്ക് കൊളുത്താവുന്നതാണ്. വിളക്ക് കൊളുത്തിയാൽ ചുരുങ്ങിയത് 1 നാഴിക, അതായത് 24 മിനിറ്റ് നേരമെങ്കിലും വിളക്ക് കത്തിച്ച് വെക്കണം. വിളക്കിലെ എണ്ണ വറ്റും വരെ കത്തിച്ച് വെക്കുന്നവരുമുണ്ട്. സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കുമ്പോൾ ചൊല്ലാവുന്ന 2 ശ്ലോകങ്ങൾ നോക്കാം. ആദ്യത്തേത്: ദീപം ജ്യോതി പരംബ്രഹ്മ, ദീപം ജ്യോതി ജനാർദ്ദന, ദീപേന ഹരതേ പാപം, സന്ധ്യാദീപം നമോസ്തുതേ. ദീപം തെളിയിക്കുമ്പോൾ ഈ ശ്ലോകം ചൊല്ലാവുന്നതാണ്. അടുത്ത ശ്ലോകം നോക്കാം. ശിവം ഭവത് കല്യാണ ആയിരാരോഗ്യ വർദ്ധനം, മമ ബുദ്ധി പ്രകാശായ ദീപധേ നമോ നമ. ഈ 2 ശ്ലോകങ്ങളിൽ ഏത് വേണമെങ്കിലും സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ നമുക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.